നമസ്കാരം. രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ച ഉദ്യോഗസ്ഥൻ. സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതാവും ഏറ്റവും ഉചിതം. പിണറായിയുടെ തണലിൽ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച ഉദ്യോഗസ്ഥൻ ഇന്ന് സംരക്ഷകരില്ലാതെ ഒടുവിൽ വീണിരിക്കുകയാണ്. സത്യസന്ധരായ പല ഉദ്യോഗസ്ഥരെയും കള്ളക്കേസിൽ കുടുക്കി നടപടിയെടുത്ത പിണറായിയുടെ അതിവിശ്വസ്തനായിരുന്ന അജിത് കുമാറിന് DGP കസേരയിലേക്ക് കൈയെത്തും ദൂരത്തേക്ക് എത്തിയപ്പോഴാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നതെന്നതും കാലം കാത്തുവെച്ച കാവ്യനീതിയായി. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ അജിത് കുമാർ ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു സാധാരണ കുടുംബത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് സ്വന്തം കഷ്ടപ്പാടിലോടെ വളർന്ന് IPS നേടിയ അജിത് കുമാർ ഒരു കാലത്ത് മിടുക്കനായ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. എന്നാൽ വന്ന വഴി മറന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പതനം ആരംഭിക്കുകയായിരുന്നു. സംഭവ ബഹുലമാണ് അജിത് കുമാറിൻ്റെ ജീവിതം. 1968 ജനുവരി 18 തിരുവനന്തപുരം ആറ്റുകാലിൽ അദ്ദേഹത്തിൻ്റെ ജനനം. സർക്കാർ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ അജിത് ചെറുപ്പകാലം മുതൽക്കേ പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് ബിരുദാനന്തര ബിരുദവും അദ്ദേഹം സ്വന്തമാക്കി. 1995 അദ്ദേഹത്തിന് IPS ലഭിക്കുന്നത്. ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ നിന്നാണ് അദ്ദേഹം IPS പരിശീലനം പൂർത്തിയാക്കിയത്. പോലീസ് സേനയിൽ പ്രവേശിച്ച തുടക്കകാലത്ത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം കയ്യടി നേടി. അജിത് കുമാർ കൊല്ലം SP ആയിരിക്കെയാണ് ജില്ലയിൽ ഏറ്റവും അധികം പിടികിട്ടാപ്പുള്ളികളെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ വിവാദമായ ഇറ്റാലിയൻ നാവികരുടെ കേസ് അന്വേഷണം, കളക്ടർക്കെതിരെ റിപ്പോർട്ട് നൽകിയ സംഭവം തുടങ്ങി ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ തല ഉയർത്തി ചെയ്ത ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. അജിത് കുമാർ കൊല്ലത്ത് SP ആയിരിക്കെയാണ് ഒരു ജില്ലാ കളക്ടർ പോലീസിനെതിരെ പരാതി ഉന്നയിച്ചത്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ സിഗ്നൽ നൽകാതെ റോഡിൽ കുടുക്കി ആക്ഷേപിച്ചെന്നായിരുന്നു കളക്ടറുടെ പരാതി. DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ പരാതി അന്നുപോയി. ഇതോടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ SP ആയ അജിത് കുമാറിനോട് റിപ്പോർട്ട് തേടുകയും സംഭവത്തിൽ കളക്ടറാണ് കുറ്റക്കാരെന്ന് അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇപ്പോൾ VD സതീശൻ സർക്കാർ നൽകിയ സസ്പെൻഷൻ നടപടി കേവലം ഒരു താക്കീത് മാത്രമല്ല, ഒരുപിടി കള്ളക്കേസുകളുടെയും അധികാര ദുർവിനിയോഗങ്ങളുടെയും ചുരുളഴിയുന്ന വൻ സ്ഫോടനത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. കേരളത്തിൽ 2012 ഏറെ ചർച്ചയായ കേസായിരുന്നു ഇറ്റാലിയൻ നാവികർ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം. അന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം അന്ന് നടക്കുന്നത്. 2012 ഫെബ്രുവരി 15 കൊല്ലം തീരത്തു നിന്നും കടലിൽ മീൻ പിടിക്കായിരുന്ന 2 മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ കപ്പലായ എൻട്രിക്ക ലെക്സിയിലെ നാവികർ വെടിവെച്ച് കൊന്നത്. ഈ സംഭവം വലിയ അന്താരാഷ്ട്ര നയതന്ത്ര തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായി അന്നത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന MR അജിത് കുമാറിനെയാണ് നിയമിച്ചത്. അജിത് കുമാർ ആയിരുന്നു കടൽ കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ കസ്റ്റഡിയിലെടുത്തത്. അന്തർദേശീയ തലത്തിൽ പോലും ചർച്ചയായ കേസായിരുന്നു ഇത്. കപ്പൽ സ്ഥലം വിടുന്നതിന് മുമ്പ് ഉചിതമായി പ്രവർത്തിച്ച് കപ്പലിനെ തടഞ്ഞു നിർത്തി കപ്പലിലെത്തി 2 നാവികരെയും കസ്റ്റഡിയിലെടുത്തു. നയതന്ത്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടായെങ്കിലും പ്രതികളായ മാസിമിലിയാനോ ലാദോറെ, സാൽവത്തോറെ ജിറോൺ എന്നീ 2 ഇറ്റാലിയൻ നാവികരെയും അറസ്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിജയിച്ചു. 2012 ഫെബ്രുവരി 19 കപ്പലിലെത്തി MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 2 നാവികരെയും കസ്റ്റഡിയിലെടുത്തത്. ഫെബ്രുവരി 19 രാവിലെ 8 മണിയോടെ കപ്പലിലെത്തിയ പോലീസ് സംഘം വൈകിട്ട് 4 മണിയോടെയാണ് 2 നാവികരുമായി കരയിലെത്തിയത്. നേട്ടങ്ങളുമായി കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അജിത് കുമാർ സോളാർ വിവാദത്തിൽ കുടുങ്ങുന്നത്. വിവാദമായ സോളാർ കേസിനെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് MR അജിത് കുമാറിൻ്റെ പേര് ആദ്യമായി ഔദ്യോഗിക രേഖകളിൽ ഉയർന്നു വരുന്നത്. കേസിലെ പ്രധാന പ്രതിയായ യുവതി 2013 ജൂലൈയിൽ എഴുതിയ കത്തിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ അന്നത്തെ IG ആയിരുന്ന MR അജിത് കുമാറും ഉൾപ്പെട്ടിരുന്നു. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയായ യുവതിയുമായും അവരുടെ അഭിഭാഷകനുമായും ഫോൺ വഴിയും അല്ലാതെയും ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നുവെന്നും കമ്മീഷൻ കണ്ടെത്തുകയും ഇവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരിക്കൽ ഈ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ നേതൃത്വം നൽകിയതായി മുൻ MLA PV അൻവറും ആരോപണം ഉന്നയിച്ചിരുന്നു. സോളാർ കേസ് അട്ടിമറിച്ചതിനെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോ അൻവർ പുറത്തുവിട്ടിരുന്നു. സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് ADGP പരാതിക്കാരിയോട് പറഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി മൊഴി മാറ്റിയെന്നായിരുന്നു ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ. ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളുടെ കയ്യിൽ നിന്ന് വാങ്ങി നൽകാമെന്ന് അജിത് കുമാർ പരാതിക്കാരിക്ക് ഉറപ്പ് നൽകി. ഇതോടെ പരാതിക്കാരി പല മൊഴികളും മാറ്റിയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. സോളാർ കേസ് തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള സംഭവങ്ങൾ മികച്ച ഉദ്യോഗസ്ഥൻ എന്ന പേര് കേട്ട അജിത് കുമാറിന്റെ ഗ്രാഫ് താഴേക്ക് താഴ്ത്തുകയായിരുന്നു. 2022 ജൂണിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാണ് അജിത് കുമാറിനെ വീണ്ടും കുരുക്കിലാക്കിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദ നായികയായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലാണ് അജിത് കുമാറിനും പിന്നീട് പാരയായത്. അന്ന് അദ്ദേഹം സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സ്വർണ്ണക്കടത്ത് കേസിൽ പരാതി പിൻവലിക്കാൻ തനിക്ക് മേൽ സ്വാധീനം ചെലുത്താൻ ഷാജ് കിരൺ എന്ന ഇടനിലക്കാരൻ വഴിയും നേരിട്ടും വിജിലൻസ് മേധാവിയായ അജിത് കുമാർ ശ്രമിച്ചു എന്നായിരുന്നു സ്വപ്ന സുരേഷ് അന്ന് ആരോപിച്ചത്. സംഭവം വിവാദമായതോടെ 2022 ജൂൺ 10 അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് സർക്കാർ മാറ്റി.
മുൻ MLA PV അൻവറാണ് അജിത് കുമാറിനെ വെള്ളം കുടിപ്പിച്ച ആരോപണ പരമ്പരകൾക്ക് തന്നെ തുടക്കമിട്ടത്. കരിപ്പൂർ വിമാനത്താവളം വഴിയെത്തുന്ന കടത്ത സ്വർണം പോലീസിനെ ഉപയോഗിച്ച് പിടികൂടുകയും അതിൽ ചെറിയൊരു പങ്ക് മാത്രം രേഖകളിൽ കാണിച്ച് ബാക്കി വലിയൊരു ഭാഗം അജിത് കുമാറും സംഘവും തട്ടിയെടുക്കുന്നുവെന്നതായിരുന്നു അൻവറിന്റെ പ്രധാന ആരോപണം. വിമാനത്താവളത്തിലെത്തുന്ന ക്യാരിയർമാരുടെ പാസ്വേഡും ടിക്കറ്റും വിവരങ്ങളും ചോർത്തി നൽകാൻ ദുബായ് കേന്ദ്രീകരിച്ച് പോലീസിന് ഒരു ഇൻഫോമർ ശൃംഖലയുണ്ടെന്നും ഈ വഴി വിഹിതം പറ്റുന്ന സംഘത്തിന്റെ തലവൻ അജിത് കുമാർ ആണെന്നും ആരോപണമുയർന്നു. ഇങ്ങനെ തട്ടിയെടുക്കുന്ന സ്വർണത്തിൽ നിന്നുള്ള വിഹിതം ഉപയോഗിച്ചാണ് തിരുവനന്തപുരം കവടിയാറിൽ മറ്റു കോടികളുടെ സ്വത്തുക്കൾ കൊട്ടാര സമാനമായി വീടും നിർമ്മിക്കുന്നതെന്നും അൻവർ ആരോപിച്ചിരുന്നു. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോണുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അനധികൃതമായി ചോർത്തുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും അൻവർ നടത്തി. തൃശൂരിൽ വെച്ച് RSS ഉന്നത നേതാക്കളായ ദത്താത്രേയ ഹൊസബളെ, റാം മാധവ് എന്നിവരുമായി അജിത് കുമാർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും തൃശൂർ പൂരം കലക്കി BJPയെ വിജയിപ്പിക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചെന്നും അൻവർ ആരോപിച്ചു. അൻവറിന്റെ ഈ ആരോപണങ്ങൾ സർക്കാരിനെയും അജിത് കുമാറിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കി. അൻവറിന്റെ ആരോപണങ്ങൾ അജിത് കുമാറിനെ ഊരാക്കൊടുക്കിലേക്കാണ് തള്ളിയിട്ടത്. കേസ് അട്ടിമറിക്കൽ, കള്ളക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം, RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെ അജിത് കുമാറിനെതിരെ ഉയർന്നത് 14 ആരോപണങ്ങളായിരുന്നു. ഇതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. 2023 മെയ് 20 മുതൽ 22 വരെയാണ് തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ച് RSS ക്യാമ്പ് നടന്നത്. ക്യാമ്പിനിടെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി ADGP MR അജിത് കുമാർ അന്ന് കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിവാദം. പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയമായി കത്തിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണെന്നും RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇതിന് ഡീൽ ഉറപ്പിച്ചതാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി അജിത് കുമാർ ദൂതനായി പ്രവർത്തിച്ചുവെന്നായിരുന്നു മറ്റൊരു പ്രധാന ആരോപണം. വിവാദമായപ്പോൾ ഒപ്പം പഠിച്ചയാളുടെ ക്ഷണപ്രകാരം പോയതാണെന്നും സ്വകാര്യ സന്ദർശനമാണെന്നുമായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം. LDF ഭരണകാലത്ത് ഘടകകക്ഷികൾ വരെ അജിത്തിനെ തള്ളി പറഞ്ഞിട്ടും തന്റെ അതിവിശ്വസ്തനെ തള്ളി പറയാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. മറ്റാർക്കും കിട്ടാത്ത സംരക്ഷണമായിരുന്നു അജിത്തിന് പിണറായിയുടെ തണലിൽ കിട്ടിയത്. ഓരോ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും മുടന്തൻ ന്യായീകരണങ്ങൾ നടത്തുകയായിരുന്നു പിണറായി. അജിത്തിനെ മാറ്റാൻ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും മുറവിളി ഉയർന്നപ്പോഴും പിണറായി അത് തള്ളി. ഈ തണലിലായിരുന്നു അജിത് കുമാർ എല്ലാ വൃത്തികേടുകളും നടത്തിയത്. മറുനാടൻ മലയാളിയിൽ നടത്തിയ റെയ്ഡ് അടക്കം ഇതിന്റെ ഭാഗമായിരുന്നു. പൂരം കലക്കൽ, ADGP വിജയൻ നൽകിയ പരാതി എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻ പോലീസ് മേധാവി ദർവേഷ് സാഹിബ് അജിത് കുമാറിനെതിരെ നൽകിയ 2 റിപ്പോർട്ടുകൾ സർക്കാർ അന്ന് മടക്കി അയക്കുന്ന അപൂർവ സാഹചര്യവും അന്നുണ്ടായി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ തൊപ്പി തെറിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ തല്ലിച്ചതച്ച AD തോമസ് MLA ആയി സഭയിലെത്തുക കൂടി ചെയ്തതോടെ തുടരന്വേഷണത്തിന് കളമൊരുങ്ങുകയായിരുന്നു. തുടർന്ന് പുതിയ സർക്കാർ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. ഈ അന്വേഷണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന് അന്നത്തെ ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തിയ വിവരവും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തിരുത്തിയ കാര്യവും പുറത്തുവന്നു. ഭരണമാറ്റത്തിനു ശേഷം അധികാരത്തിൽ വന്ന പുതിയ സർക്കാർ ഈ വിഷയം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. മർദ്ദനത്തിന് ഇരയായവരെയും സംഭവം നടന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന പോലീസുകാരുടെയും കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ രേഖപ്പെടുത്തി. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് കേസ് അട്ടിമറിച്ചതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നത്. കേസ് അന്വേഷണം അട്ടിമറിക്കാൻ തങ്ങൾ സ്വയം തീരുമാനിച്ചതല്ലെന്നും അതിന് നിർദ്ദേശം നൽകിയത് അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആണെന്നും കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന P ഷൗക്കത്ത് അലി അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ADGP ഷൗക്കത്ത് അലി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും DGP റവാഡ ചന്ദ്രശേഖർ ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് അയക്കാതെ സ്വന്തം മേശപ്പുറത്ത് തടഞ്ഞു വെക്കുകയായിരുന്നു. IPS ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ നടപടികൾ ഉണ്ടാകരുതെന്ന നിലപാടാണ് DGP സ്വീകരിച്ചത്. എന്നാൽ ഈ സംരക്ഷണ നീക്കത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ഈ മാസം 30-ന് സംസ്ഥാന സർവീസിലെ ഏറ്റവും സീനിയറായ DGP നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ ഒഴിവുവരുന്ന DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടയാളാണ് MR അജിത് കുമാർ. പ്രമോഷൻ നടപടികൾ പൂർത്തിയാകുന്നതുവരെ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വൈകിപ്പിക്കുക എന്നതായിരുന്നു DGPയുടെ പദ്ധതി. എന്നാൽ ഈ നീക്കത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും വലിയ ജനരോഷം ഉയരുകയും ചെയ്തതോടെ DGPക്ക് റിപ്പോർട്ട് സർക്കാരിലേക്ക് അയക്കേണ്ടി വന്നു. തുടർന്ന് ജനവികാരം കണക്കിലെടുത്ത് സർക്കാർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ നിയമപരമായി സാധിക്കില്ല. അതിനാൽ ഓഗസ്റ്റ് 1-ാം തീയതി അജിത് കുമാറിന് ലഭിക്കേണ്ടിയിരുന്ന DGP പ്രമോഷൻ ഇനി ലഭിക്കില്ല. സസ്പെൻഷനെതിരെ അജിത് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയാൽ പോലും അച്ചടക്ക നടപടി നിലനിൽക്കുന്നതിനാൽ പ്രമോഷൻ ലഭിക്കുക അസാധ്യമാണ്. മാത്രമല്ല, നിലവിൽ അജിത് കുമാർ വഹിക്കുന്ന ബെവ്കോ MD പദവി എന്നത് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട ഒരു സാധാരണ തസ്തികയാണ്. മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും എക്സൈസ് കമ്മീഷണറായി മാറ്റിയെങ്കിലും ആ തസ്തിക IAS കേഡർ പോസ്റ്റാണെന്ന കോടതി വിധിയെ തുടർന്ന് അവിടുന്ന് മാറ്റപ്പെടുകയും ബെവ്കോ MD സ്ഥാനത്തേക്ക് ഒതുക്കപ്പെടുകയുമായിരുന്നു. ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഏറെ നാണം കെട്ട ഈ തസ്തികയിൽ തുടരുകയല്ലാതെ തൽക്കാലം മറ്റു വഴികളൊന്നുമില്ല.
അജിത് കുമാറിന്റെ സർവീസ് ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് ഇതിലും കടുത്ത തിരിച്ചടികളാണെന്നാണ് സൂചനകൾ. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണം അദ്ദേഹത്തിനെതിരെയുണ്ട്. യാതൊരു സാമ്പത്തിക ക്രമക്കേടും നടത്താത്ത മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെയും അതിന്റെ ജീവനക്കാരെയും വേട്ടയാടാൻ 2000-ഓളം പോലീസുകാരെ ഉപയോഗിച്ച് നരനായാട്ട് നടത്തിയ സംഭവം ഇതിലൊന്നാണ്. ഇതിനു പുറമെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ സ്വന്തം സഹപ്രവർത്തകരുടെ പകപോക്കൽ നടത്തിയെന്ന ആരോപണവും ശക്തമാണ്. അതിദാരിദ്ര്യത്തോട് പൊരുതി IPS നേടിയ P. വിജയൻ എന്ന ഉദ്യോഗസ്ഥനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്യിച്ചത് അജിത് കുമാർ ആയിരുന്നു. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിന്റെ അന്വേഷണ വേളയിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാണ് P. വിജയനെതിരെ നടപടിയെടുത്തത്. എന്നാൽ അന്നത്തെ DYSP അബ്ദുൾ റഹീം താൻ അജിത് കുമാറിന്റെ ഭീഷണിക്കും നിർബന്ധത്തിനും വഴങ്ങിയാണ് കള്ളക്കേസ് എടുത്തതെന്നും കോടതിയിൽ 164 പ്രകാരം മൊഴി നൽകാൻ തയ്യാറാണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിൽ അന്വേഷണം ശക്തമാകുന്നതോടെ അജിത് കുമാർ കൂടുതൽ കുരുക്കിലാകും. സസ്പെൻഷൻ നടപടികൾക്ക് പുറമെ സാമ്പത്തിക ക്രമക്കേടിലും അജിത് കുമാർ അന്വേഷണം നേരിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്നും ഫ്ളാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും വിജിലൻസ് അന്വേഷണത്തിലാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കാൻ സ്വന്തം പേരിലോ ബന്ധുക്കളുടെ പേരിലോ രജിസ്റ്റർ ചെയ്യാതിരുന്ന ഫ്ളാറ്റ് അജിത് കുമാർ തന്നെ വാടകയ്ക്ക് നൽകി പണം കൈപ്പറ്റിയതിന് തെളിവുകളുണ്ട്. പിന്നീട് ഇത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മറിച്ചുവിറ്റ് വലിയ തുക സ്വന്തമാക്കിയെന്ന രേഖകളും പുറത്തു വന്നതാണ്. കൂടാതെ തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് വിജയമൊരുക്കാൻ RSS നേതാവ് ദത്താത്രേയ ഹോസ്പിറ്റലുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വിഷയത്തിലും പ്രത്യേക അന്വേഷണത്തിന് സാധ്യതയുണ്ട്. സർവീസ് പൂർത്തിയാകാൻ ഇനി 1.5 വർഷം മാത്രം ബാക്കിയുള്ള അജിത് കുമാറിന് നിലവിലെ സസ്പെൻഷൻ ഒരു തുടക്കം മാത്രമാണ്. ഒരു കേസിൽ തന്നെ സസ്പെൻഷൻ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ അടുത്ത കേസുകളിലെ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരികയും തുടർച്ചയായി സസ്പെൻഷനിൽ തുടരേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന 1.5 വർഷക്കാലം തുടർച്ചയായി സസ്പെൻഷൻ നേരിട്ട് പ്രൊമോഷനോ പെൻഷൻ ആനുകൂല്യങ്ങളോ പോലും കൈപ്പറ്റാൻ കഴിയാതെ അച്ചടക്ക നടപടികളുടെ ഭാഗമായി സർവീസിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്ന കടുത്ത പ്രതിസന്ധിയിലേക്കാണ് MR അജിത് കുമാർ നീങ്ങുന്നത്.